എന്തേ വിനീഷ്ണ? എന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തേ. അതെയോ? ഇപ്പൊ നേരെ ഇല്ലത്തേക്കായിരിക്കുമല്ലോ. അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം അങ്ങോട്ട് പറയണമെന്ന് ധരിച്ചിരിക്കും. പറഞ്ഞോളൂ. സരസുവിന്റെ ആള് ഇപ്പൊ ഒന്നും ആശുപത്രിയിൽ പോയില്ലല്ലോ. അതിന് അല്ല, ഈ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. സരസു എപ്പോഴും ഇവിടെ തന്നെയല്ലേ. കുഞ്ഞേഷിനിപ്പോ എന്താ വേണ്ടേ? അല്ല, വേറൊന്നും നിരീക്കരുത്. നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഇല്ലത്ത് പോയാ എനിക്ക് ആരാ ഉള്ളേ? നാട്ടുകാർക്കാണെങ്കിൽ ഞാൻ എപ്പോഴും ഒരു പോത്താ. സരസുനറിയാലോ കാര്യങ്ങള്. ചായക്കടയില് എന്ത് പണിമണേലും ഞാൻ ചെയ്തോളാം. പട്ടിണി കിടക്കാൻ വയ്യേ. ഇത്രയും നാളും വെറും പോത്തേന്നാ നാട്ടുകാർ വിളിച്ചേ. ഇനിയിപ്പോ ആനപ്പുറത്തുനിന്ന് വീണ പോത്തേന്നായിരിക്കും അവര് വിളിക്കുക. കുഞ്ഞീഷൻ കരയണ്ട, ഞാൻ ചേട്ടനോടൊന്ന് ചോദിക്കട്ടെ. ഓഹോ, നീ ഇവിടെ നോവലും വായിച്ചിരിക്കുക? വെറുതെ ഇരിക്കുന്ന നേരത്തിന് അരി ഒഴുന്നു ആട്ടിക്കൂടെ നിനക്ക്? കുതിര അതെങ്ങനെ ആട്ടാനാ? അരി ഇപ്പൊ വെള്ളത്തിലിട്ട് മതി മതി, നീ അപ്പുറത്ത് തന്നെ കുഞ്ഞികൃഷ്ണന്റെ പെട്ടി എടുത്തു വെക്ക്. ആ പാത്രം ഞാനും കൂട്ടിക്കൊണ്ടു വന്നു. മാത്രമല്ല ഇവിടെ നിനക്ക് സഹായത്തിന് ഒരാളാവൂലോ. ബാറ്ററി ഉണ്ടല്ലോ, പിന്നെന്താ കത്താത്തെ? പഴം ടോർച്ചിനകത്ത് പഴം പുഴുങ്ങി. ഇത് കൊള്ളാലോ. ഇത് നല്ല വിദ്യ, പഴം പുഴുങ്ങൽ. വേവ് അങ്ങോട്ട് ശരിയായിട്ടില്ലേ? വേറെ വെച്ച് നോക്കിയാലോ? ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ചേച്ചിയെ പോത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആര് നിന്റെ ചേച്ചിയുടെ നായരാ? അല്ല, ഞങ്ങളുടെ നാട്ടിലുള്ള കുഞ്ഞേഷ്ണനെ. ചേച്ചിക്ക് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. അതായിരിക്കും ഈ പുതിയ ഏർപ്പാട്. അപ്പൊ ടോർച്ച് ഇവിടെ നിൽക്കേ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇപ്പൊ എന്ത് കാണും? ഇപ്പോഴും ശരിയായിട്ടില്ലേ? ഈ തോലങ്ങടെ കളയ. പഴത്തുന്നത് കണ്ടു കാണില്ലേ? ഭാഗ്യം. ഇത് കഴിച്ചിട്ട് തലകുത്തി മറിയുന്നതിന്റെ പ്രാക്ടീസ്. വേഗം ആവട്ടെ. ചേട്ടാ, ഹാജര് അന്വേഷിക്കുന്നു. രാധക്കുട്ടിനെ എങ്ങോട്ടോ ജോലിക്ക് അയക്കാൻ വേണ്ടി വാസു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്ത് ജോലി? എനിക്കറിയില്ല. ഇപ്പൊ കുറച്ചാളായിട്ട് പറയാറുണ്ട് അവൾക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ടെന്ന്. ഓളായതുകൊണ്ടല്ലേ ഓന്റെ ഈ തോന്നിയാസൊക്കെ സഹിക്കണത്. ഞാൻ എന്ത് ചെയ്യുമ്മ? കേറി കിടക്കാൻ സ്വന്തമെന്ന് പറയാവുന്ന വേറൊരു സ്ഥലമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നാട്ടിലാരുമില്ലേ? അമ്മയുടെ മരണം വരെ വാടക വീട്ടിലായിരുന്നു താമസം. കുടിച്ചു കുടിച്ചെല്ലാം നശിപ്പിച്ച ആളാച്ചൻ. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു, മോൾ ഒരിക്കലും ഒരു കുടിയന്റെ ഭാര്യ ആവരുതെന്ന്. സ്വന്തക്കാരെന്ന് പറയാൻ ചിലരുണ്ട്. അവർക്കെല്ലാം രാധയെ വേണം വീട്ടുജോലിക്കായിട്ട്. അത് മാത്രമല്ല, അവർക്കെല്ലാം വേറെ വേറെ ഉദ്ദേശങ്ങളാ. ഈ കരയിലും മോളെ എല്ലാം കാണുന്ന പഠിച്ചോൻ അനക്ക് തുണയുണ്ടാവും. മാധവൻകുട്ടിയെ, ഒരു യത്തീമിനോട് കാണിക്കുന്ന കരുണയെങ്കിലും ഈ ആ കുട്ടീനോട് കാണിച്ചു. തൽക്കാലം രാധ എങ്ങും പറഞ്ഞു വിടണ്ട.
ഫ്രൂട്ടേ നിന്നെ ഞാൻ തീറ്റിച്ച് തരടി. കുറെ നാളെ നീ തുടങ്ങിയിട്ട് നിന്നെ ഞാൻ പഴം പുഴുങ്ങി തീറ്റിയാം. എവിടേക്കാ നീ ചുരിദാറൊക്കെ ഇട്ടിരിക്കണേ? നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരണുണ്ടോ? നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറെ നാളായി ഞാൻ സഹിച്ചു കൂട്ടണേ. ലക്ഷ്മി ഞാൻ പോ. വെറുതെ അല്ലേടെ നിനക്കൊക്കെ കുരങ്ങുന്ന പേരിട്ടത്. എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. വിളിച്ചു കൂട്ടുന്ന ഒരു കാര്യമില്ല. നിന്നെ വിടുന്ന പ്രശ്നമില്ല കുരങ്ങന്റെ മോളെ. ആഹാ, ഈ കുരങ്ങായിരുന്നോ? എന്തേ വലിവിന്റെ കാറ്റ് പോയോ? അതൊന്നും അല്ലെങ്കിൽ വന്നേ. പിന്നെന്താ? വേഗം വാ. വേഗം പോ. ആ കിഴവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്. നീ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി. അതല്ലെന്നേ, അയാളുടെ ഒരു അർത്ഥം വെച്ച് നോട്ടും ചിരിയും. അയാളിപ്പോ അവിടെ ഉണ്ട്. കുളിക്കാൻ പോയിരിക്കെ ഇപ്പൊ വരും. ചേട്ടൻ എന്താ ഇവിടെ കാര്യം എന്നോട് എനിക്ക് നോക്കി ചൊറിഞ്ഞു വന്നതാ. അയാളുടെ വെട്ടി ഞാൻ അങ്ങോട്ട് പോണ്ടെന്ന്. ഇനി അത് മതി അയാൾക്ക് ചേച്ചിയോട് പോയി പറഞ്ഞു കൊടുക്കാൻ. വന്നപ്പോ തന്നെ ടോർച്ചിനകത്ത് പഴമ്പുഴങ്ങണ വിദ്യ കണ്ടു. ഇതെന്താ ജീവനുള്ള ചാക്കോ? ഇതെന്ത് മായാപുരിയോ? ഞാനും പോവാ പോവാ തിരിഞ്ഞു വെക്കോളൂ. അന്ന് കാണാതായ കുരങ്ങ് പുഴക്കരയ്ക്കടുത്തുള്ള ഓട്ട് കമ്പനിയിൽ ഉണ്ടെന്ന്. അങ്ങോട്ട് അതാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയി. പക്ഷെ അത് നമ്മുടെ കുരങ്ങല്ല, വേറെ അതൊരു ചാവാലി കുരങ്ങ്. ഇത് പറയാനാ ഓടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതല്ല, നമ്മുടെ സുഗുണഗുരു ആശാന്റെ കുറച്ച് കാശ് വാങ്ങിച്ചോണ്ട് എല്ലാം പറഞ്ഞു. അവനെവിടെ ഉണ്ട്? ചായക്കടയുണ്ടെന്ന് പറയുന്നത് പ്രത്യേകം പറഞ്ഞു. കുരങ്ങനെ കിട്ടാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് ഒരേ വാശി. മാധവൻകുട്ടി വിളിച്ചാവാൻ വരും. എത്ര ദിവസം എന്ന് വെച്ചാ അവിടെ എവിടെ വിളിച്ച് താമസിക്കുന്നത്? അല്ല, അത് ഞാനും പറഞ്ഞു നോക്കിയതാ. തൽക്കാലം കുരങ്ങില്ലെങ്കിലും സുഗുണഗുരു ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാന്ന്. സുഗുണഗുരു ഇല്ലെങ്കിലും കുരങ്ങിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയാല്ലേ. ആ വാസുവേട്ടൻ എന്ന് വരുന്നാ പറഞ്ഞത്? എന്നോടൊന്നും പറയാറില്ലല്ലോ. ഗോവയ്ക്കെന്നും പറഞ്ഞ് പോയതാ. എനിക്കാണെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ആദ്യം മാധവൻകുട്ടിയെ. ചേച്ചി പേടിക്കാതിരിക്ക. എനിക്കും ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോണമെന്നില്ല. പിന്നെ വേറൊന്നുമല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടിക്കും മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ടാവും. ഇതുവരെ എനിക്കായി ഒന്നും ഞാൻ സമ്പാദിച്ചിട്ടില്ല. സ്വന്തം ഒന്ന് പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്താ മാധവൻകുട്ടി നീ ഇങ്ങനെയെല്ലാം പറയണത്? കല്യാണം കഴിഞ്ഞ് വന്നാൽ ഒരു നല്ല സാരി പോലും ചിലപ്പോൾ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെന്ന് വരും. ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എന്താ മോളേത്? കരയല്ലേ?